ഒരു സ്ട്രെച്ചാണ് പോന്നെ അടിപൊളി. The audience is just amazing in Kerala, but I just feel sad with the whole MVD modified cars not being there anymore, because that car culture in Kerala is amazing. So that long, at least 10 years. 10 years anniversary. നിന്നും രാവിലെ യാത്ര തുടങ്ങി ചിറാപുഞ്ചിയിലേക്ക് പോവാണ്. ഈ ചിറാപുഞ്ചിയിലേക്ക് പോകുന്നത് വെറുതെ അല്ല, ഈ ഒരു പുതിയ വണ്ടിയുടെ ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പുതിയ പോർഷെ കായൻ 3rd ജനറേഷൻ പോർഷൻ്റെ ഒരു മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്ന മോഡലാണ്. ഇതിൻ്റെ നാഷണൽ മീഡിയ ഡ്രൈവ് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ചിറാപുഞ്ചി നമുക്കറിയാം ഏറ്റവും മഴയുള്ള സ്ഥലമാണ്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് മഴയൊന്നും കിട്ടിയില്ല. പക്ഷേ ഒരു ഹോട്ട് കാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ റെഡ് കളർ കാറുമാണ്. കോൺവോയ് ആയിട്ട് കുറേ വണ്ടികളായിട്ട് പോകുന്നത്, കുറേ മീഡിയാസ് ഉണ്ട്. പക്ഷേ ഷൂട്ട് നമുക്ക് പ്രോപ്പർലി നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനില്ല. കൂടുതൽ ഡ്രൈവാണ് തരുന്നത്. കാരണം പോർഷെ ആയതുകൊണ്ട് ഡ്രൈവാണ് എൻജോയ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ലുക്സും കാര്യങ്ങളും ഡ്രൈവ് എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് കാണാം. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു കിലോമീറ്റർ. പക്ഷേ എന്തായാലും ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് അടിപൊളിയാണെന്ന് എനിക്കിപ്പോൾ തന്നെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ട് കൂടുതൽ കാരണം ഈ എപ്പിസോഡിൽ കൊണ്ടുവരാം. ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. പോർഷയുടെ ഒരു എവല്യൂഷനാണ് ഈ പുതിയ ഡിസൈനിൽ നമുക്ക് കാണുന്ന കായൻ്റെ. എന്തായാലും ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റമാണെങ്കിൽ ചെറുതാണെങ്കിലും പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് ടൈക്കാൻ ഇൻസ്പയർ ചെയ്ത തരത്തിലുള്ള ഹെഡ്ലൈറ്റ്, DRL 4 സ്പോട്ടായി നിൽക്കുന്നുണ്ട്. ഇത് LED മെട്രിക്സ് ലൈറ്റാണ്, വളരെ പവർഫുൾ ലൈറ്റാണ്. പിന്നെ 2 സ്ട്രാക്കായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പിൽ കാണാം. അതുപോലെ തന്നെ ഗ്രില്ല് മാറിയിട്ടുണ്ട്. എന്തായാലും ബേസിക് കായൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൈഡിൽ വരുമ്പോൾ ഷേപ്പ് എല്ലാം കായൻ്റെ ഒരു ഷേപ്പാണ്, അത് നമുക്ക് അറിയാവുന്ന ഷേപ്പാണ്. 20 ഉം 21 ഇഞ്ചിൻ്റെ അലോയ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈറ്റ് സ്പോക്ക് ഡിസൈനാണ്. ഈ റെഡ് കളർ അട്രാക്റ്റീവാണ്. അതുപോലെ തന്നെ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ചേഞ്ച് കാണാം. കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു DRL വന്നിട്ട് ടെയിൽ ലൈറ്റ് വന്നിട്ടുണ്ട്. അതിൽ 4 സ്പോട്ടായിട്ടുള്ള DRL പോലുള്ള എലമെൻറ്റും കാണാം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ പോർഷയുടെ പുതിയ വണ്ടികൾ, എസ്പെഷ്യലി ടൈക്കാൻ പോലുള്ള വണ്ടിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് വന്നിട്ടും ഭയങ്കര റിഫ്രഷ് ആയിട്ടുണ്ട്. ചെറിയ ചേഞ്ചോടുകൂടി വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കാമെന്ന് പോർഷൻ്റെ എപ്പോഴുള്ള ഫിലോസഫി. ആ ചേഞ്ചുകളാണ് നമുക്കിതിൽ കാണാവുന്നത്. ബേസിക്കലി ആ ഒരു മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും വലിയൊരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ളത് നമുക്ക് കസ്റ്റമൈസിങ് ഓപ്ഷനാണ്. പോർഷെ ബേസിക്കലി നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ബേസിക് ഫിറ്റിങ്സ് എല്ലാം ഉണ്ടാവുക. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ആക്ച്വലി ഏകദേശം 1.7 crore വില വരുന്നതാണ്. ഈ ഒരു പെർട്ടിക്കുലർ വണ്ടി 40 ലക്ഷത്തിൻ്റെ മേലെ കസ്റ്റമൈസേഷൻ ഉണ്ട്, ഈ പെയിൻ്റ് അടക്കം. അപ്പോൾ അത്ര വരുമ്പോൾ ഇത് ഏകദേശം 2.1 crore വണ്ടിയാണ്. ഇത് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കളേഴ്സിലെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു മോഡലാണ്. സോ നമുക്ക് ഇൻറ്റീരിയർ ഇങ്ങനെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം, അതുപോലെ തന്നെ ഡ്രൈവ് എക്സ്പീരിയൻസ് നോക്കാം. ചേഞ്ച് എനിക്ക് കാണുന്നത് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ള ഈ ഒരു കേർവ് സ്ക്രീനാണ്. അതുപോലെ തന്നെ ഇവിടെ 2 സ്ക്രീൻ വരുന്നത്. സാധാരണ ഒരു ഓപ്ഷനായിട്ട് പാസഞ്ചർ സ്ക്രീനുണ്ട്, അത് ഇതിൽ വന്നിട്ടില്ല. പിന്നെ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഗിയർ ലിവർ സെലക്ഷൻ കൊണ്ട് മാറിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് പോർഷയുടെ ടിപ്പിക്കൽ സ്റ്റിയറിംഗ് ആണ്. ബേസിക്കലി പോർഷയുടെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രീമിയമാണ്. അതുപോലെ തന്നെ ഹൈലി കസ്റ്റമൈസബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളും ഇഷ്ടം പോലെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു ലക്ഷറിയും ഫിറ്റ് ആൻഡ് ഫിനിഷും ബിൽഡ് ക്വാളിറ്റിയിലും അമേസിംഗ് ആണ്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ മാറ്റങ്ങളും വന്നിരിക്കുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സും നമുക്ക് നോക്കാം.
പോർഷയുടെ എപ്പോഴും ഇൻറ്റീരിയറിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഫിനിഷും കളർ ചോയ്സ് എല്ലാം. ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്ന 2 മെയിൻ അട്രാക്ഷൻ, വലിയൊരു ചേഞ്ച് എന്ന് വെച്ചാൽ ഒന്ന് കേർവ് സ്ക്രീനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗിയർ സെലക്ഷൻ നോബ് ഇവിടുന്ന് മാറി ഒരു ശരിക്കും സെലക്ടർ ഇങ്ങോട്ട് മാറിയിട്ട് ഡാഷിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇലക്ട്രിക് വണ്ടിയിലും ടൈക്കാനിലെല്ലാം കണ്ട തരത്തിലാണ്. ബാക്കി ടിപ്പിക്കലായിട്ടുള്ള പോർഷെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ നോക്കണം. എന്തായാലും 3 സ്ക്രീനാണ് ഒരു അട്രാക്ഷൻ വന്നിട്ടുള്ളത്. ഒന്ന് ഈ ഒരു സ്ക്രീൻ, സെൻട്രൽ ഇൻഫോർടൈൻമെൻറ്റ്, പിന്നെ പാസഞ്ചർ സ്ക്രീൻ. ഈ ഒരു വണ്ടിയിൽ പാസഞ്ചർ സ്ക്രീൻ ഇല്ല, പക്ഷേ അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിക്കാം. ബാക്കി കുറേ സംഗതികൾ പോർഷൻ്റെ ടൈക്കാനും ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തായാലും പോർഷെ ഇൻറ്റീരിയർ ക്യാൻ ബി കസ്റ്റമൈസ്ഡ് ടു എനി ലെവൽ ആൻഡ് ഇറ്റ്സ് എ അമേസിംഗ് ബിൽഡ് ക്വാളിറ്റി. സോ ഗൈസ്, ആക്ച്വലി നമ്മളിന്നുള്ള സെക്കൻഡ് ഡേ ആണ്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, കണ്ടല്ലോ, ഫൈസൽ. ഹലോ. സോ നമ്മൾ രണ്ടുപേരാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ചിറാപുഞ്ചി വരെ എത്തി. ഇതിപ്പോൾ ചിറാപുഞ്ചിയാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയപ്പം വെയിലൊന്നും അല്ലായിരുന്നു, ഭയങ്കര ചൂടെല്ലാം തോന്നി. പക്ഷെ വൈകിട്ട് ആയപ്പോഴേക്കാണ് മനസ്സിലായി എന്തുകൊണ്ടാണ് ചിറാപുഞ്ചി ഇത്രയും മഴയുള്ള സ്ഥലമാണെന്ന് വെച്ചാൽ. അടിപൊളി മഴയായിരുന്നു, അമേസിംഗ് ആയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കുറച്ച് ക്ലിയർ ആണ്, അതുകൊണ്ട് നമുക്ക് നല്ല ഡ്രൈവ് സ്ട്രെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഫൈസൽ ഇന്നലെ ഈ സ്ട്രെച്ച് ഓടിച്ചിരുന്നത്. ഇപ്പം തിരിച്ചു പോകുമ്പോൾ ഇപ്പം ഞാൻ ഈ സ്ട്രെച്ച് ഓടിക്കും. ഞാൻ ആദ്യം ഓടിച്ച സ്ട്രെച്ച് ഇനിയിപ്പോൾ ഫൈസൽ ഓടിക്കും. അപ്പം അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും 2 ചാൻസ് കിട്ടും. ഈ ഒരു സ്ട്രെച്ചാണ് പറഞ്ഞത് അടിപൊളി. സോ ഫൈസൽ ഈസ് ആക്ച്വലി എക്സ്പീരിയൻസിങ് ദ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. How is the car, Faisal? I think car is amazing. Yeah, man. Wow, what a suspension. Yeah, suspension is good. Steering is amazing. It's amazing. I think just a small bit of turbo lag is there, right? Yeah. In this engine. So ഇതിൽ വന്നിരിക്കുന്നത് V6 ആണ്. പക്ഷെ നേരത്തെ ഉള്ള പോലെ ട്വിൻ ടർബോ അല്ല, ഒറ്റ ടർബോ ഉള്ളു. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്തു, ഇനീഷ്യൽ ലാഗ്. ഏതായാലും 363 HP ഉണ്ട്, 353 HP ഉണ്ട്, 500 Nm ടോക്ക് ഉണ്ട്. 0 to 100 എത്താൻ വെറും 5.7 seconds ആണല്ലോ. 248 km ടോപ്പ് സ്പീഡായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാം തന്നെ നമുക്ക് പുഷ് ചെയ്ത് എടുക്കാനുള്ള സിറ്റുവേഷൻ അല്ലെങ്കിലും ആ പവറും ഈ ഒരു പോർഷയുടെ ഡൈനാമിക്സും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണത്. പ്രത്യേകിച്ച് ഈ ഒരു സെക്ഷനിൽ ഇന്നലെ ശരിക്കും ഫൈസൽ പൊളിച്ചടക്കി, എന്നിട്ട് ഇതേമാതിരി ജ്യൂസിലടിച്ച്. ഇന്നിപ്പോൾ ഞാൻ ഫൈസലിന്റെ ജ്യൂസ്, ഐ എം ടെല്ലിംഗ് ദം യു ആർ മേക്കിംഗ് ഇൻ ജ്യൂസർ, ഐ എം പുട്ടിംഗ് ഇൻ യുവർ ജ്യൂസ് മെഷീൻ. യെസ്റ്റർഡേ യു ഡിഡ് ഫോർ മീ, റൈറ്റ്? ബട്ട് എന്തായാലും ഡൈനാമിക്സ് വൈസ് അമേസിംഗ് ആണ്. സസ്പെൻഷൻ എസ്പെഷ്യലി ഈ പ്രാവശ്യം ഒരു പോർഷെ കായൻ്റെ കാര്യത്തിൽ അവർ കുറച്ചുകൂടെ ഒന്ന് കംഫർട്ട് ലക്ഷറി എലമെന്റിലേക്കാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സസ്പെൻഷനും സ്റ്റിയറിംഗ് എല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ആണ്, അതേസമയത്ത് ഭയങ്കരമായിട്ട് റിഫൈൻ ചെയ്തിട്ടുണ്ട്. ഉള്ളിലെ ക്യാബിൻ നോയ്സും റിഫൈൻഡ് ആണ്, നല്ലോണം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡ് നോയ്സും വിൻഡ് നോയ്സും എല്ലാം മിനിമം ആണ്. വിൻഡ് നോയ്സും മാറ്റുണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഫ്രെയിം റിമെയിൻ ദ സെയിം. ബട്ട് അക്യൂസ്റ്റിക്സ് വൈസ് അതെല്ലാം ആക്ച്വലി റോഡ് നോയ്സ് എല്ലാം കുറച്ച്, ടയർ നോയ്സ് എല്ലാം കുറച്ച് ശരിക്കും ഭയങ്കര റിഫൈൻഡ് ആയിട്ടുണ്ട്. അതാണ് അവരുടെ കോൺസെൻട്രേഷൻ. അത് നമ്മൾ ഉള്ളിലും ഇന്റീരിയറിലും കണ്ട ഫീച്ചേഴ്സ് ലൈക്ക് ടു ബി മോർ ലക്ഷൂരിയസ്. അതാണ് അവർ ശരിക്കും ആ ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം അവർക്ക് പൊളിക്കണം എന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള ഇപ്പം സ്പോർട്ട് മോഡും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റിഫ്നെസ് എല്ലാം മനസ്സിലാകുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു സ്പോർട്ടി ക്യാരക്ടർ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് പോർഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എലമെന്റ് ആണ്. ബിക്കോസ് ദേ സേ ദേ മേക്ക് അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻസ്. അത് നമുക്ക് ഏത് മോഡൽ എടുത്തു കഴിഞ്ഞാലും റീസൺ മൈ ഫേവറേറ്റ് SUV ശരിക്കും പറഞ്ഞാൽ മക്കാൻ GTS ആണ്. അതിൻ്റെ ആ ഒരു ഡ്രൈവിൽ ശരിക്കും നമ്മൾ ആ ഡ്രൈവ് എൻജോയ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ആ മിസ്സായിട്ടുള്ള എപ്പിസോഡിൻ്റെ ലിങ്ക് അവിടെ ഷെയർ ചെയ്യും. നമ്മളൊരു റിലേൻ്റെ ഭാഗമായിട്ട് ഡ്രൈവ് ചെയ്തിരുന്നു. സോ ആ എക്സ്പീരിയൻസ് തന്നെ മനസ്സിലാവും. എന്ത് കാർ ഉണ്ടാക്കിയാലും പോർഷെ ഡ്രൈവേഴ്സിനെ ഹാപ്പി ആക്കും. ദേ മേക്ക് ദ ഡ്രൈവേഴ്സ് ഹാപ്പി. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് അബൌട്ട് പോർഷെ എനി കാർ യു ടേക്ക്. അപ്പോൾ അത് ഇവിടെയും റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ഉള്ള രീതിയിൽ അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, ബിക്കോസ് ഓഫ് നമ്മൾ ഈ വണ്ടി ഷെയറിങ്ങും കോൺവേ പോക്കും എല്ലാം ആയതുകൊണ്ട്. അപ്പം നമുക്ക് പിന്നീട് ഒരിക്കൽ എന്തായാലും വണ്ടി എടുത്തിട്ട് ശരിക്കും വേറെ തന്നെ റിവ്യൂ ചെയ്യാം. എന്തായാലും ബ്യൂട്ടിഫുൾ പ്ലേസ്, അമേസിംഗ്, റൈറ്റ്? Amazing. Yeah. You seen the Bangladesh? Yeah, I saw. That valley you saw, no? That was Bangladesh. Around Seven Sisters waterfall. Exactly. After that. Yeah. So നമ്മൾ ആക്ച്വലി ബംഗ്ലാദേശിന്റെ അടുത്തെത്തി. മാപ്പിൽ കാണാം, യു ക്യാൻ സീ ഇൻ ദ മാപ്പ് ഓൾസോ.
You catch network also if you're very close. Yeah, if you're roaming. Then you go half an hour ahead. Yeah, exactly. They were saying that, no? In the time zone of Bangladesh, അരമണിക്കൂർ നേരത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നെറ്റ്വർക്ക് പിടിക്കുമ്പോൾ ഫോണിലുള്ള ടൈം അരമണിക്കൂർ നേരത്താവും. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട്. അത് ഭയങ്കര ഫണ്ണി എലമെന്റ് ആണ്. So Faisal, there is a lot of audience for you in Kerala, you know, right? Yes, yes. You can tell something to them. I think the audience is just amazing in Kerala. But I just feel sad with the whole MVD, the modified cars not being there anymore, because that car culture in Kerala is amazing. Exactly. So many people used to send me pictures of their cars with amazing modifications and all, and now it's kind of sad that it cannot happen. Yeah. But you can come to Maharashtra, you can come to Mumbai, and it can all happen there. Jai Maharashtra. That's the Faisal thing. Huh? Okay, so Faisal and me are connected for a long time. In fact, I first connected with his brother earlier. And you remember our first interaction was in Spain. 2013. 13, yeah. So that long, at least 10 years. 10 years anniversary is there today. So we are repeating it now. Anyway, I hope you like this review. Like and share and subscribe. Stay safe and enjoy wheeling.